നജീബിൻ്റെ ഉമ്മ അവർ നടത്തിയിട്ടുള്ള പോരാട്ടമാണ്. അപ്പോൾ അവരൊട്ടും കൺവിൻസ്ഡ് അല്ല ഇത് അവസാനിപ്പിക്കുമ്പോൾ. അവർക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന ഗുരുതരമായ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. സാധാരണ നിലക്ക് വൈകാരികമായ ഒരു കാര്യത്തെ എടുക്കാം, മകനെ കാണാതെ പോയി അന്വേഷണം അവസാനിപ്പിച്ചാൽ ശരിയാവില്ല എന്നല്ല. അവരുന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായി അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല എന്നത് കാണാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, നജീബിനെ കാണാതാവുന്ന പശ്ചാത്തലം നമുക്കറിയാം. 2016 ഒക്ടോബറിൽ അദ്ദേഹത്തെ കാണാതാവുന്നത് ABVP-ക്കാരെ ഉണ്ടായിട്ടുള്ളൊരു സംഘർഷത്തിന് ശേഷമാണ്. ആ സംഘർഷത്തിന് ശേഷം അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ദുരൂഹമായി ഒരാളെ കാണാതാവുന്നു. അത് അന്വേഷിക്കാൻ മോദി ഭരണകാലത്ത് ഒരു ദേശീയ ഏജൻസി രംഗത്ത് വരുന്നു. അവർക്ക് അന്വേഷണം എവിടെയും എത്തിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ വഴികളിലേക്കും സഞ്ചരിക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല എന്നാണ് അവരെക്കുറിച്ച് വരുന്നൊരു പ്രധാനപ്പെട്ട ആക്ഷേപം. എന്നിട്ട് അവർ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കാണാതായ എല്ലാവരെയും കണ്ടെത്താൻ എല്ലാ ഏജൻസികൾക്കും കഴിഞ്ഞിട്ടില്ല. എത്രയോ ആളുകളെ നമ്മുടെ നാട്ടിൽ തന്നെ കാണാതായ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാ കാണാതായ കേസുകളും കണ്ടെത്താൻ കഴിയുമോ എന്ന ലോജിക്കൽ ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. കോടതി എടുത്തിട്ടുള്ളത് അതാണ്. എല്ലാ വഴികളും അന്വേഷിക്കുക, കിട്ടിയില്ല, അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, സമ്മതിക്കുന്നു. പക്ഷേ ഇതിനകത്ത് കുറേ സംശയകരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് അവരുടെ അമ്മ ചൂണ്ടിക്കാണിച്ച കാര്യം പരിഗണിക്കപ്പെട്ടിട്ടില്ല. കോടതി തന്നെയും ഒരു ഘട്ടത്തിൽ CBIയുടെ അന്വേഷണത്തെ സമ്പൂർണ്ണമായ ഉഴപ്പ് എന്ന് വിമർശിച്ചിട്ടുണ്ട്. ഡൽഹി പോലീസാണ് ആദ്യം ഈ കേസെടുക്കുന്നത്. ആ കേസിൽ തന്നെ ഇതിലെ സാക്ഷികളായ ആളുകളെ ചോദ്യം ചെയ്യാൻ, സംശയമുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യാനൊക്കെ ഡൽഹി പോലീസ് ആഴ്ചകളുടെ സമയം എടുത്തു കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ഇൻ ചെയ്യുന്നത് കാണാം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ കേസിൽ ABVP-ക്കാരുമായി സംഘർഷം, മീൻസ് വാക്കുതർക്കമുണ്ടായതിനു ശേഷമാണ് ഇദ്ദേഹത്തെ കാണാതാവുന്നത്. ആ ABVP-ക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ 10-18 സാക്ഷികൾ കൊടുത്തിട്ടുള്ള മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യലിലേക്കോ അവരെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യലിലേക്കോ ഒന്നും പോലീസ് പോയിട്ടില്ല. ഒരു ഓട്ടോ ഡ്രൈവറിൽ ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ടു എന്നൊരു മൊഴിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷക്കാരുടെ മൊഴിയെടുക്കുന്നു. അതിൽ പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ ഓട്ടോറിക്ഷയിൽ പോയി എന്ന് കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന CBI സംഘം മറ്റ് വഴികളിലേക്ക് അന്വേഷിക്കുക എന്ന ലൈൻ എടുക്കുന്നതേയില്ല. ഇദ്ദേഹത്തിന് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് സ്വയം ഇറങ്ങിപ്പോയതാവാം എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അവർ, എന്നാൽ ഇദ്ദേഹത്തിന് റൈറ്റ് വിങ് വിദ്യാർത്ഥി ഗ്രൂപ്പിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു എന്ന പോയിന്റിലേക്ക് അധികം ആഴത്തിൽ ഊന്നിയിട്ടില്ല. അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് മൊത്തം ഇതാണ്, ഇയാൾ മെൻ്റലി അത്ര ഓക്കെ ആയിരുന്നില്ല, അതുകൊണ്ട് ഇയാൾ വിട്ടുപോയിട്ടുണ്ടാവുമെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചതിൻ്റെ പാതി അയാൾക്ക് റൈറ്റ് വിങ് ഗ്രൂപ്പിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു എന്ന പോയിന്റിൽ എത്തിയിട്ടില്ല. അവരുടെ അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇയാൾക്ക് മെഡിക്കൽ ലീഗൽ കേസ് എടുക്കുന്നതിൽ അവർ വൈമുഖ്യം കാണിച്ചു എന്ന്. അതിൽ CBI തന്നെ പറയുന്നതിൻ്റെ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കാത്തതുകൊണ്ടാണ്. അതിൽ ഹോസ്പിറ്റൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എടുക്കുക, അതിൻ്റെ വഴികൾ എന്തൊക്കെയുണ്ട്, അതിൻ്റെ സാധ്യമായ വഴികളെല്ലാം അന്വേഷിക്കുക. ഈ പോയിന്റിലേക്കൊന്നും പോയിട്ടില്ല എന്നത് കാണാം. അപ്പോൾ ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം, അന്വേഷണം എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും തൃപ്തികരമായ എല്ലാ വഴികളും പൂർത്തിയാക്കിയ ശേഷമാണോ അവസാനിപ്പിക്കുന്നത് ചോദിച്ചാൽ അല്ല. അപ്പോൾ നമ്മൾ ഈ മോദി അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വന്നതിന് ശേഷം മുസ്ലിങ്ങൾ, ദലിതുകൾ അവരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിനോട് പോലീസ് സ്വീകരിക്കുന്ന സമീപനം എന്നിവ എടുത്തു നോക്കുക. ഇന്ത്യയിൽ തന്നെ പല പഠന റിപ്പോർട്ടുകളും പറയുന്നത് ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിനകത്ത് 40% പോലീസുകാരും ഉദ്യോഗസ്ഥരുമെല്ലാം ദലിതുകളും മുസ്ലിങ്ങളും ഇരകളാക്കപ്പെടുന്ന കേസുകളിൽ ഒരുതരം പ്രത്യേക സമീപനം, വിവേചന സമീപനം സ്വീകരിക്കുന്നതാണ് എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് ഇതിനകത്ത് ശരിയാവണ്ണമുള്ള അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് നജീബിനെ കാണാതായതിന് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതിലെ പ്രതികളാരാണ് എന്ന കാര്യം, അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന ചൂണ്ട് വിരലുകൾ ആളുടെ നേരെയാണ് പോകുന്നതെന്ന് മാത്രം പരിശോധിച്ചാൽ ഇതിനകത്ത് CBIയെ സംശയിക്കാവുന്നതാണ്. രാജ്യത്തെ ഏജൻസികളെന്ന് പറയുന്നത് എന്തുമാത്രം നിഷ്പക്ഷമായിട്ടും നീതിയുക്തമായിട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. BJP സർക്കാരിനെയോ BJPയുടെ പ്രവർത്തകരെയോ നേതാക്കളെയോ സിമ്പതൈസേഴ്സിനെയോ ഏതെങ്കിലും നിലയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്റ്റെപ്പും ഒരു കാര്യത്തിലും, അഴിമതി കേസിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, ക്രൈം കേസിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, ദലിതുകൾക്കെതിരായിട്ടുള്ള പീഡനത്തിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, സവർണർ ദലിതരെ റേപ്പ് ചെയ്യുന്ന നോർത്ത് ഇന്ത്യയിൽ നമ്മൾ നിരന്തരമായി കേൾക്കുന്ന കേസുകളിലായാലും കൊള്ളാം, എങ്ങനെയാണ് പ്രതികളെ അവർ BJP അനുഭാവികളാണെങ്കിൽ അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നവരാണെങ്കിൽ അവരെ സംരക്ഷിക്കുക എന്നതിലാണ് സകലമാന ഏജൻസികളും പണിയെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടോ BJPയുടെ പ്രധാന ആളുകളെ അല്ലെങ്കിൽ ABVP-ക്കാരെ, യുവമോർച്ചക്കാരെ, BJP-ക്കാരെ ശിക്ഷിക്കാൻ ഒരു മുഖം നോക്കാത്ത നടപടിയായിട്ട് വരുന്നു? ഇല്ല. ഏജൻസികളുടെ വിശ്വാസ നഷ്ടമാണ് നമ്മൾ ഇന്ത്യയിൽ കണ്ടിട്ടുള്ള കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും വലിയ നഷ്ടം. ED ആണ് അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്ന കാര്യം. അതുകൊണ്ട് ഇതിൽ ശരിയാമണ്ണുള്ള അന്വേഷണം പൂർത്തിയായെന്നോ നജീബിനെ കണ്ടെത്താൻ ഏജൻസി പ്രതിജ്ഞാബദ്ധമായിരുന്നെന്ന് വിശ്വസിക്കാൻ ഒരു തരവുമില്ല. അയാൾക്ക് നീതി പൂർണ്ണമായും കിട്ടിയെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും നിലവിലില്ല. അതുകൊണ്ട് ആ അമ്മയുടെ ചോദ്യങ്ങൾ, അവരുടെ സംശയങ്ങൾ, തൻ്റെ മകനെ അന്വേഷിക്കുന്നതിൽ ഈ രാജ്യത്തെ, എൻ്റെ കൂടി രാജ്യത്തെ സിസ്റ്റം പരാജയപ്പെടുകയോ മനഃപൂർവ്വമായ താല്പര്യം കാണിക്കുകയോ എന്നുള്ള അവരുടെ ആധി ഇപ്പോഴും വാലിഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്.